മതി ആളെ കൊല്ലുന്ന ഈ സിനിമാ ഷൂട്ടിംഗ്. സർക്കാർ നേരിട്ടിടപെടുകയാണ്. നമ്മൾ ഒരുപാട് നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പല വീഡിയോകളിലായി. കാന്താര 1 എന്ന സിനിമയുടെ സെറ്റിനിടയിൽ ഉണ്ടായ 3 മരണങ്ങൾ, ഒരുപാട് അപകടങ്ങൾ. ഇതിനെതിരെ സർക്കാർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യം നമ്മൾ പലപ്പോഴായി ഉയർത്തിയിരുന്നതാണ്. ഒരു ചെറുവിരൽ പോലും അനക്കാത്ത സർക്കാർ ഇന്ന് ശക്തമായ നോട്ടീസുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കാന്താര 1 ചിത്രീകരണത്തിനിടെ ഏറ്റവും ഒടുവിൽ ഉണ്ടായതാണ് ബോട്ട് മറിഞ്ഞുണ്ടായ അപകടം. ആ അപകടത്തിൽ നായകൻ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തെക്കുറിച്ച് കൃത്യമായ വ്യക്തത സർക്കാരിന് നൽകണം എന്നുള്ളതാണ് ആ നോട്ടീസിൽ പറയുന്നത്. അല്ലെങ്കിൽ ചിത്രീകരണത്തിനുള്ള അനുമതി തന്നെ റദ്ദാക്കുമെന്നും പറയുന്നുണ്ട്. അനുമതി രേഖകൾ സമർപ്പിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഹൊസനഗര തഹസിൽദാറായ രശ്മിയാണ് ഈ സിനിമാ സംഘത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്രയേറെ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഹൊസനഗരയിൽ വരുന്ന സർക്കാർ സ്ഥാപനങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറുവിരൽ പോലും അനക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായ സംശയങ്ങളാണ് ഇതിന് പിന്നാലെ പല പല വീഡിയോകളായി നമ്മൾ ഉന്നയിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഹൊസനഗരയിൽ തന്നെ തഹസിൽദാർ രശ്മി ഈ സിനിമാ സംഘത്തിന് അണിയറ പ്രവർത്തകർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശിവമോഗ ജില്ലയിലെ മണി ജലസംഭരണിയിലാണ് ഈ സിനിമാ ഷൂട്ടിങ്ങിനിടെ ബോട്ട് മറിഞ്ഞ അപകടമുണ്ടായത്. നായകൻ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെവരുണ്ടായിരുന്നു. ക്യാമറാമാൻ, അങ്ങനെ ടെക്നീഷ്യന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. ക്യാമറ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. ഈ അപകടം സംഭവിക്കുന്നത് ഞായറാഴ്ച രാവിലെയാണ്. അന്ന് നടന്ന അപകടത്തിൽ താരങ്ങളും അണിയർ പ്രവർത്തകരും എല്ലാം രക്ഷപ്പെട്ടു. പക്ഷേ ഈ ഷൂട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ക്യാമറകളും മറ്റ് ചിത്രീകരണ ഉപകരണങ്ങളും ഒക്കെ തന്നെ ഇവരുടെ പക്കലുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ ബോട്ട് മറിഞ്ഞതോടുകൂടി തന്നെ ഈ ഉപകരണങ്ങളും മറിഞ്ഞു. ഇതെല്ലാം വെള്ളത്തിൽ തന്നെ മുങ്ങുകയും ചെയ്തു. പക്ഷേ ഈ താരങ്ങളെല്ലാവരും രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ നദിയിൽ ആഴം ഇല്ലായിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു വലിയ മരണവാർത്ത തന്നെ നമ്മൾ കേൾക്കേണ്ടി വന്നതെന്ന് ആലോചിക്കുക. എന്തായാലും നാഗർഹുബ്ലിയിലെ റവന്യൂ ഉദ്യോഗസ്ഥർ അപകടം സംബന്ധിച്ച് സിനിമാ സംഘത്തെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കാന്താര 1ന്റെ ടീം മറുപടി ഒന്നും തന്നെ നൽകിയില്ല എന്നും പറയുന്നു. അതായത് കൃത്യമായി തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ സിനിമാ സെറ്റിലെ ആളുകളുമായി സംസാരിക്കുകയും അവരോട് എന്താണ് അപകടത്തെക്കുറിച്ചെന്നുള്ള വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് അവരെ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയും ചെയ്തു. പക്ഷേ ഈ സിനിമാ ചിത്രീകരണത്തിലുള്ള ഒരാൾ പോലും ഈ ഉദ്യോഗസ്ഥർക്ക് മറുപടി ഒന്നും കൊടുത്തിട്ടുമില്ല. സ്വാഭാവികമായും ഇത്രയധികം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ ഇടപെടും, പോലീസ് ഇടപെടും, ചോദ്യങ്ങൾ വരും. പക്ഷേ ഇവരാരും ഒരു ചെറു വിരൽ പോലും ഇതിനൊരു മറുപടിയായിട്ട് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ തഹസിൽദാർ തന്നെ രംഗത്തെത്തുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും അപകട വിവരങ്ങളും 3 ദിവസം 3 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നാണ് തഹസിൽദാറുടെ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. മതി, ജാനുവരി മുതൽ തുടങ്ങിയ ഷൂട്ടിംഗാണ്, ജൂണിലേക്ക് എത്തി നിൽക്കുന്നു. ഇത്രയധികം അപകടങ്ങൾ, 3 മരണങ്ങൾ. എന്നിട്ടും നിങ്ങൾക്ക് ഒരു തരത്തിൽ പോലും സർക്കാരുമായി യോജിച്ചു പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ തരുന്ന ദിവസങ്ങൾ 3 ദിവസമാണ്. ആ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ മറുപടി പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ സിനിമയുടെ തുടർ ഷൂട്ടിങ്ങിനുള്ള അനുമതി റദ്ദാക്കുമെന്നാണ് തഹസിൽദാരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്രയധികം ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ, ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഒട്ടാകെ നോക്കിക്കാണുന്ന ഒരു ചിത്രം, കാന്താരയുടെ പ്രീക്വലായി ഒരുങ്ങുന്ന കാന്താര 1 പോലൊരു ചിത്രത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ പല OTT പ്ലാറ്റ്ഫോമുകളിലും ഡീലിങ്ങുകൾ നടക്കുന്നു, തിയേറ്ററുകൾ ചാർട്ടിംഗ് നടക്കുന്നു. സിനിമയുടെ റിലീസ് ഡേറ്റ് ആദ്യം പ്രഖ്യാപിച്ച ഒക്ടോബറിൽ നിന്ന് 2026 മാറ്റുമെന്ന റിപ്പോർട്ടുകളും കൂടി വരുന്നതിനിടയിലാണ് സർക്കാരും കൂടി ഇടപെട്ട് കാന്താരയ്ക്ക് ഇത്രമേലൊരു ഷോക്കിംഗ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എന്നുള്ളതും കൂടി ആലോചിച്ച് നോക്കണം. സ്വാഭാവികമായിട്ടും ഋഷഭ് ഷെട്ടി ഇതിനകത്ത് ഉൾപ്പെടും. ഇതിനകത്ത് പ്രധാനപ്പെട്ട നിർമ്മാതാക്കളായ ഹോംബാലപ്പെടും. ഇവിടെ എല്ലാവരും 3 ദിവസത്തിനകം നോട്ടീസ് നൽകണം. ഈ എണ്ണി പറയാൻ പോകുന്ന 3 ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഈ സിനിമയിൽ നടന്ന ഓരോ അപകടങ്ങളും നമുക്കറിയാം. ഈ സിനിമയിൽ ആദ്യം ഒരു മരണം സംഭവിക്കുന്നത് സൗപർണിക നദിയിൽ കുളിക്കാൻ പോയ ഈ സിനിമയുടെ അണിയർ പ്രവർത്തകരിൽ ഒരാളാണ്. അതിനുശേഷം ഒരു ഹൃദയാഘാതം മൂലം കന്നഡയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഹാസ്യതാരം മരണപ്പെടുന്നു. 3ാമതൊരു മലയാളിയാണ് മരണപ്പെടുന്നത്, അതും ഹൃദയാഘാതത്തെ തുടർന്നാണ്. ആ മരണങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ഈ സിനിമാ ചിത്രീകരണത്തിനിടെ ആദ്യം 20 പേർ സഞ്ചരിച്ച ഒരു വാൻ അപകടത്തിൽപ്പെടുന്നു. അതിനുശേഷം ഇപ്പോൾ നായകൻ ഉൾപ്പെടെയുള്ള സഞ്ചരിച്ച ഒരു ബോട്ട് മറിയുന്നു.
ഇത്രയധികം ദുരന്തങ്ങൾ സംഭവിച്ചു. അതിനിടയിൽ തന്നെ അവിടെയുള്ള ഗ്രാമപ്രദേശത്തിലെ ആളുകളുമായിട്ടും ഈ സിനിമാ സംഘത്തിലെ ആളുകളും തമ്മിൽ ഒരു കോർക്ക് നടക്കുകയാണ്. കാരണം ഈ സ്ഥലത്ത് ഷൂട്ടിംഗ് അനുമതി ഇല്ല എന്നുള്ളത് കാണിച്ചിട്ടും അവർ ഷൂട്ട് നടത്തി എന്നുള്ളത് ആരോപിച്ചായിരുന്നു അവിടെ ഉള്ള ആളുകൾ ഈ സിനിമ ആളുകൾക്ക് നേരെ തിരിഞ്ഞത്. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഈ 6 മാസത്തിനിടയിൽ മുഴുവൻ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ടീമിന് ഇപ്പോൾ വരുന്നതാണ് ഏറ്റവും വലിയ പണി. കാരണം ഇവരാരും സർക്കാരിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അവർ ചോദിക്കുമ്പോൾ മറുപടി പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തഹസിൽദാറുടെ ഈ നോട്ടീസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നോട്ടീസ് കൃത്യമായ മറുപടി ഹോംബാലയും ഋഷഭ് ഷെട്ടിയും ഒക്കെ നൽകിയില്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് നിൽക്കുന്നതെങ്കിൽ കോടികളുടെ നഷ്ടം സംഭവിക്കും. അവിടെ ഉണ്ടാകുന്ന സാധാരണപ്പെട്ട അണിയറ പ്രവർത്തകരുടെ ജോലി മുടങ്ങും, ഒരുപാട് സാഹചര്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഈ അപകടങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന കൃത്യമായ ധാരണ തഹസിൽദാർക്ക് റിപ്പോർട്ടായി സമർപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ശക്തമായ ആവശ്യം ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർക്കിടയിൽ തന്നെ ഉയർന്നു വരുന്നത്.